ഗുഡ് മോർണിംഗ് ഗായ്സ്, സ്കൂൾ ഓൺ സ്ക്രിപ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഗുരുവായൂർ പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം രാവിലെ അല്ല പോകുന്നത്, വൈകുന്നേരം 5:30 ട്രെയിനാണ് പോകുന്നത്. കാരണം അവന് ക്ലാസ് ഉണ്ട്, എനിക്കും ക്ലാസ് ഉണ്ട്. സോ നമ്മൾ ക്ലാസ്സിന് പോയിട്ട് ഡയറക്റ്റ് 5:30 ട്രെയിനിൽ പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പെട്ടിയും പ്രമാണവും ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോയാൽ മതി. എനിക്കാണെങ്കിൽ വയ്യ, തൊണ്ട വയ്യ, മൂക്കൊലിപ്പ്. എന്നാലും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഗുരുവായൂർ പോകാൻ. ഞാൻ ഗുരുവായൂർ ഇതുവരെ പോയിട്ടില്ല. സോ ഞാൻ ഫസ്റ്റ് ടൈം ഗുരുവായൂർ പോവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. സോ ബൈ. നമ്മൾ എത്രയൊക്കെ സാധനങ്ങൾ എടുത്ത് വെച്ചാലും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മൾ ലാസ്റ്റ് മറക്കും. അങ്ങനെയുള്ള ഒരു ആളാണ് ഞാൻ. ഈ എടുത്ത് വീടിന്റെ മുറ്റത്തെത്തിയാലും എന്തെങ്കിലുമൊക്കെ ഞാൻ മറന്നു. അതുകൊണ്ട് ഇന്ന് അമ്പായുടെ സഹായത്തോടെ എല്ലാം ഞാൻ കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. അവൻ്റെതാണ് ഈ കുഞ്ഞു ബാഗ്, മറ്റേ ബാഗ് എൻ്റെതാണ്. അങ്ങനെ നമ്മൾ 4:30 ആകുമ്പോൾ ട്രെയിനിൽ കയറി. ഇത് വന്ദേ ഭാരത് ഇവിടെ കിടക്കുന്നതായിട്ട് അമ്പാടി ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം അവൻ വന്ദേ ഭാരത് കയറിയിട്ടില്ല, എന്തോ ഭയങ്കര ഇതായിട്ടാണ് അവൻ നോക്കിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ചു. പിന്നെ അമ്പലപ്പുഴയിൽ എത്തിയപ്പോൾ ഈ ടീംസ് എല്ലാം കയറി. ഫസ്റ്റ് ഇവർ കയറിയത് വേറെ ഏതോ ഒരു ബോഗിയിലാണ് പോയി കയറിയത്. അങ്ങനെ അവസാനമാണ് ഇവിടെ വന്ന് കയറിയത്. കയറിയപ്പോൾ തന്നെ പാർവതിയും സബിച്ചേച്ചിയും ഓഫായിരുന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ട്രെയിൻ എടുക്കുന്നതിന് മുമ്പ് ഇവിടെ വഴി കയറിയിട്ട് ഒരാൾ അപ്പുറത്തെ ബോഗിയിൽ മിസ്സായി. അപ്പോൾ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിടന്ന് ഉറങ്ങിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറങ്ങിയില്ല ഗൈസ്, ഉറങ്ങാൻ പറ്റിയില്ല. എനിക്ക് ഉറക്കമേ വന്നില്ല. അങ്ങനെ ഒരു 12:30-1 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഗുരുവായൂരെത്തി. അവിടെ കുടുംബശ്രീയുടെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അവിടെ വില കുറവാണ്. ഈ ഹോട്ടലിൽ എടുക്കുന്നതിനേക്കാട്ടിലും ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അവിടെ നിന്ന് കുളിച്ച് ഒരുങ്ങി ഇറങ്ങാം. നല്ല വൃത്തിയിൽ നല്ല കിടിലൻ സ്ഥലമാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാട്ടിലും അടിപൊളി സ്ഥലമായിരുന്നു. അങ്ങനെ ഞാൻ കുളിച്ച് ഒരുങ്ങി റെഡിയായി. എന്നെ സാരിയെ കുളിപ്പിച്ചെന്ന ചേച്ചിയാണ്. അങ്ങനെ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ കോപ്രായങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, എന്തോന്നാ കൊച്ചെ ഈ കാണിക്കണേന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് താഴെ ഇറങ്ങി അവിടെ ലോഞ്ചിലിരിക്കുകയാണ്. എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കുറേ വഴക്കൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ, എൻ്റെ ഓരോ മണ്ടത്തരത്തിലും. അങ്ങനെ ഞാൻ പിണങ്ങിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചു. എനിക്ക് മുല്ലപ്പൂ വേണമെന്ന് പറഞ്ഞ് മുല്ലപ്പൂ വാങ്ങിച്ചപ്പോഴേക്കും എല്ലാവർക്കും മുല്ലപ്പൂ വേണം. പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ എല്ലാവരും മുല്ലപ്പൂവൊക്കെ വെച്ച് സുന്ദരി മണികളായി. അങ്ങനെ അമ്പലത്തിലോട് നടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എല്ലാവരും ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇവരൊക്കെ മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അവിടെ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഈ ഒരു മഞ്ഞ് കണ്ടിട്ട് ഞാൻ വെച്ച് ഒറിജിനൽ ആണെന്ന്. അങ്ങനെ ക്ലോക്ക് റൂമിൽ ഫോണൊക്കെ വെച്ചിട്ട് പോയപ്പോഴും മനസ്സിലായത് അത് ഒറിജിനൽ അല്ല, ആർട്ടിഫിഷ്യലാണ്. അത് കഴിഞ്ഞ് തൊഴുതിറങ്ങി പ്രസാദമൊക്കെ വാങ്ങിച്ച് കുറേ നേരം അമ്പലത്തിന്റെ വെളിയിലൊക്കെ ഇങ്ങനെ നടന്നിട്ട് ഞങ്ങളൊരു മസാല ദോശയൊക്കെ കഴിച്ചത്. കിട്ടില്ല മസാല ദോശയായിരുന്നു ഗൈസ്, കിട്ടിലുമായിരുന്നു. മസാല ദോശയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. അമ്പാടി ഒരു കുട്ടി കൃഷ്ണനെയൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ നേരിട്ട് ട്രിവാൻഡ്രത്തേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഗുരുവായൂർ വ്ളോഗ് എന്ന് പറയുന്നത്. എനിക്കൊരു നല്ല ഡേ ആയിരുന്നു, സെറ്റായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ബൈ.